നമസ്കാരം. പ്രവാസി മലയാളി പ്രസിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം. ഇന്നും നിരവധി വാർത്തകളുണ്ട്. വളരെ വേദനാജനകമായ വാർത്തയും വരികയാണ്. ആദ്യമേ തന്നെ ആ വാർത്തയിലേക്ക് കടക്കുകയാണ്. യുഎഇയിലെ അബുദാബിയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ മലയാളി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. എറണാകുളം തോട്ടറ സ്വദേശി ബിനോയ് തോമസിന്റെയും എൽസി ബിനോയുടെയും മകൻ അലക്സ് ബിനോയാണ് മരിച്ചത്. 17 വയസ്സാണ്. അബുദാബി ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. +2 പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുകയായിരുന്നു. ടൂറിസ്റ്റ് ക്ലബ്ബ് ഏരിയയിലെ താമസ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്നാണ് താഴെ വീണത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത്. അലക്സ് കെട്ടിടത്തിൽ നിന്നും വീണത് മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. വാച്ച്മാൻ വിളിച്ചു പറയുമ്പോഴാണ് ബിനോയ് വിവരം അറിയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അലക്സിനെ അബുദാബി ഷെയ്ഖ് ഖലീഫ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അലക്സിന്റെ മാതാപിതാക്കൾ ദീർഘകാലമായി യുഎഇ പ്രവാസികളാണ്. എൽസി ബിനോയ് അബുദാബിയിലെ ആശുപത്രിയിൽ നഴ്സാണ്. സഹോദരങ്ങൾ ഡോക്ടർ രാഹുൽ ബിനോയ്, രോഹിത് ബിനോയ് പോളണ്ടിലാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സംസ്കാരം ഞായറാഴ്ച വൈകുന്നേരം 3:30 തോട്ടറയിലെ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ചർച്ചിലാണ് നടക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ബോഡി എംബാം ചെയ്ത് നാട്ടിലേക്ക് വരാനാണ് സാധ്യത. ആത്മഹത്യയാണോ അതോ അല്ലെങ്കിൽ കാലുവഴുതി വീണതാകും ആണോ എന്നറിയില്ല. എന്തായാലും വീട്ടിലെ മകൻ താഴേക്ക് വീണത് അച്ഛനമ്മമാർ അറിയാതെ പോയത് ഒരു പക്ഷെ എന്താണ് ടെറസിന്റെ മുകളിലേക്ക് കുട്ടി പോയത് കണ്ടിട്ടുണ്ടാവില്ല. അതെ, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിരിക്കാം. തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ കാര്യം. മാത്രമല്ല, പരീക്ഷാ ഫലം കാത്തിരിക്കുകയായിരുന്നു. +2 പരീക്ഷാ ഫലം കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു വളരെ വേദനാജനകമായ വാർത്ത തേടിയെത്തിയിരിക്കുന്നത്. എറണാകുളം സ്വദേശിയാണ്. 17 വയസ്സ് മാത്രമാണ് പ്രായം. ഒപ്പം അതുപോലെ തന്നെയാണ് മലയാളികളുടെ മരണം ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുന്നു. കണ്ണൂർ സ്വദേശി കുവൈത്തിൽ മരിച്ചിരിക്കുകയാണ്. കണ്ണൂർ അഴീക്കോട് പട്ടണംപാലം ചാത്തോത്ത് ഹൗസ് ഗിരീഷ് കുമാർ നരിക്കുറ്റി ആണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. 30 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസത്തിന് പോകാനിരിക്കെയാണ് ഇദ്ദേഹം മരണം അടയുന്നത്. 2 മാസം മുമ്പാണ് കുവൈത്തിൽ തിരിച്ചെത്തിയത്. അതായത് ഈ ഒരു യാത്ര കഴിഞ്ഞ ശേഷം, ഈ ഒരു ജോലിയുടെ സമയം കഴിഞ്ഞ ശേഷം വീണ്ടും നാട്ടിലേക്ക് വന്ന് സ്ഥിരമായി താമസിക്കാനായി ഇരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് വിധി കവർന്നെടുക്കുകയായിരുന്നു. ഭാര്യ ശ്രീജ ഗിരീഷ്, അതുപോലെ തന്നെ മക്കൾ കൃഷ്ണ ഗിരീഷ്, വൈഷ്ണവ് ഗിരീഷ് എന്നിവരാണ്. വളരെ വേദനാജനകമായ വാർത്ത. പ്രവാസിയാണ് അന്തരിച്ചിരിക്കുന്നത്. ഹൃദയാഘാതം മൂലം തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച അതുപോലെ റിയാദിലെ താമസ സ്ഥലത്ത് ഹൃദയാഘാതം മരിച്ച കണ്ണൂർ കുറ്റൂർ നെല്ലിയോട് സ്വദേശി പുതിയടത്ത് വീട്ടിൽ അജിത് കുമാർ 43 വയസ്സ് മൃതദേഹം നാട്ടിലെത്തിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് കൊണ്ടുപോയത്. 6.5 വർഷത്തിലധികമായി റിയാദിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. അച്ഛൻ തമ്പാൻ, മാതാവ് രുക്മിണി. അമ്മ മരിച്ചിട്ടുണ്ട്. ഭാര്യ വിജിനയാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ റിയാദ് KMCC മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് ചെറുമുക്ക്, ജനറൽ കൺവീനർ റിയാസ് ചിങ്ങത്ത്, ഷറഫുദ്ദീൻ തേഞ്ഞിപ്പലം, അബ്ദുറഹിമാൻ ചേലമ്പ്ര ഇവരുടെ നേതൃത്വത്തിലാണ് പൂർത്തീകരിച്ചത്. തീർച്ചയായിട്ടും അതും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുള്ള ഒരു മരണം. നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് മൃതശരീരം. ഈ സാധാരണഗതിയിൽ പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷമാണ്. അവർ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ, അവർ നാട്ടിലേക്ക് വരുന്നു, കുറെ നാളിന് ശേഷം നാട്ടിലേക്ക് വരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മടങ്ങി വരവ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ദൈവം അത്തരം മടങ്ങി വരവുകൾ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, അത് കുറയ്ക്കട്ടെ എന്നൊരു ആശംസ മാത്രമാണ്, പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. മറ്റു വാർത്തയിലേക്കും കൂടെ പോവുകയാണ്. യുഎഇയുടെ ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസ് ആദ്യമായി തൊഴിൽ മേള സംഘടിപ്പിക്കുകയാണ്. കുറ്റ്വാടി 2025 എന്ന പേരിൽ എമിറാത്തികൾക്കായി സംഘടിപ്പിക്കുന്ന മേള മെയ് 22-നാണ് നടക്കുന്നത്. അബുദാബിയിലെ യാസ് കോൺഫറൻസ് സെന്ററിൽ മെയ് 22-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏവിയേഷൻ മേഖലയിൽ തൊഴിൽ ഉന്നത വ്യക്തികളുമായി സംവദിക്കാനുള്ള അവസരം, ഇത്തിഹാദിനെ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അനുഭവങ്ങൾ, തൊഴിലാളികൾ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു, ഇവയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാനുള്ള അവസരമാണ് ഉള്ളത്. ഇത് തന്നെയാണ് മേള മുന്നോട്ട് വെക്കുന്ന ആശയവും. മേളയിൽ 6 പ്രോഗ്രാമുകളാണ് ഉണ്ടാവുക. 5 വർഷത്തിനിടെ 5000-ലധികം പേർക്ക് ജോലി നൽകാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഇത്തിഹാദ് എയർവേസ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ എന്തെല്ലാമാണ് ഈ ജോലികൾ എന്ന് നമുക്ക് നോക്കാം. കേഡറ്റ് പൈലറ്റ് പ്രോഗ്രാം ഉണ്ട്. അബുദാബിയിലും സ്പെയിനിലുമായി 2 വർഷത്തെ ക്ലാസ് റൂം തിയറി ക്ലാസും ഫ്ലൈറ്റ് ട്രെയിനിങ്ങും, പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിസ്ഥാന അറിവുകളും അന്താരാഷ്ട്ര അനുഭവവും നൽകുന്നതാണ്. അതുപോലെ തന്നെ കേഡറ്റ് ടെക്നീഷ്യൻ പ്രോഗ്രാം ഉണ്ട്. ലൈസൻസ്ഡ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ആകാനുള്ള പരിശീലനമാണ് നൽകുന്നത്. അക്കാദമിക് ട്രെയിനിങ്, GSAA മൊഡ്യൂൾ പരീക്ഷകൾ, പ്രാക്ടിക്കൽ
പ്രാക്ടിക്കൽ വർക്കുകൾ എന്നിവയിലൂടെ കാറ്റഗറി എ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ലൈസൻസ് ക്വാളിഫിക്കേഷൻ നേടാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രാദേശികമായും അന്തർദേശീയമായും സമഗ്രമായ എക്സ്പോഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര പ്ലേസ്മെന്റുകൾക്കും അവസരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബഡായിത്തി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടിയുണ്ട്. ഫ്രഷർമാരായ എമിറാത്തി ബിരുദധാരികൾക്കായുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ്. വിവിധ വ്യോമയാന പ്രവർത്തനങ്ങളിൽ അറിവ് നൽകുന്നു. നാഫീസ് പോലെയുള്ള ദേശീയ പദ്ധതികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മൂല്യാധിഷ്ഠിത വ്യവസായ അനുഭവം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ MBA ഫ്യൂച്ചർ ലീഡർ പ്രോഗ്രാം ഉണ്ട്. എയർലൈൻസിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ പരിചയം നൽകുന്ന ലീഡർഷിപ്പ് പ്രോഗ്രാമാണിത്. എമിറാത്തി പ്രൊഫഷണലുകൾക്ക് സീനിയർ ലീഡർമാരുടെ മെന്റർഷിപ്പോട് കൂടി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. എമേർജിംഗ് ടാലന്റ് പ്രോഗ്രാം വരികയാണ്. 1 മുതൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള എമിറാത്തികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഇന്നോവേഷൻ, ഡിജിറ്റൽ ഫിനാൻസ്, ഡേറ്റ അനലിസ്റ്റിക് തുടങ്ങിയ മേഖലകളിൽ എൻട്രി ലെവൽ റോളുകൾ വാഗ്ദാനം ചെയ്യുകയാണ്. എമിറാത്തികൾക്കാണ് നൽകുന്ന ഒരു അവസരമാണ്. പക്ഷെ കുറെ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു ജോലി ഒഴിവുകൾ ഇത്രയും നൽകുന്നത്. എന്തായാലും ഒന്ന് വെറുതെ എങ്കിലും പോയി നോക്കാം അല്ലെ, അവസരങ്ങളൊക്കെ തന്നെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ, അതിനെ കുറിച്ചൊക്കെ അറിയാം. എന്തായാലും മറ്റു വാർത്തയിൽ പ്രകടനം. കഴിഞ്ഞ ദിവസം ന്യൂ സൗത്ത് വെയിൽസിൽ ആകാശത്ത് അഗ്നിഗോളം ദൃശ്യമായതായി റിപ്പോർട്ടുണ്ട്. വൈകിട്ട് 7:30യോടെയാണ് അഗ്നിഗോളം ദൃശ്യമായത്. നിമിഷ നേരത്തിനുള്ള അഗ്നിഗോളം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ന്യൂ സൗത്ത് വെയിൽസിൽ ഉൽക്കയുടെ ദൃശ്യം നേരിൽ കണ്ടതിന്റെ അനുഭവമാണ് പ്രമുഖ ഓൺലൈനുകളുമായി പങ്കുവച്ചിരിക്കുന്നത്. അത് മലയാളിയായ ജീവൻ സാമാണ് ഇത് നേരിട്ട് കണ്ടത്. ജർവീസ് ബേയിൽ നിന്ന് സിഡ്നിയിലേക്ക് കാറിൽ കുടുംബമായി സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. വൈകിട്ട് 7:30യോടെ ആകാശത്ത് തിളക്കമുള്ള പച്ച അഗ്നിഗോളം പ്രത്യക്ഷപ്പെട്ടു. നിമിഷ നേരം കൊണ്ടാണ് അഗ്നിഗോളം പൊട്ടിത്തെറിച്ചത്. ആശ്ചര്യത്തോടെയാണ് തങ്ങൾ ഇത് കണ്ടുനിന്നതെന്ന് ജീവൻ പറയുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊന്ന് കാണുന്നത്. തുടക്കത്തിൽ ഇത് ഉൽക്കയാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന ചെറിയ ഉൽക്കകൾ തീഗോളമായി മാറും. അന്തരീക്ഷത്തിൽ വെച്ച് പൂർണ്ണമായും കത്തി നശിക്കാത്തവയാണ് ഇങ്ങനെ ഭൂമിയിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ഭൂമിയിൽ എത്തുന്നവയിൽ മിക്കതും സമുദ്രത്തിലാണ് സാധാരണ പതിക്കാറുള്ളത്. ലിറിഡ് എന്ന ഉൽക്കാവർഷം ഏപ്രിൽ 18 മുതൽ 26 വരെ ഓസ്ട്രേലിയയിൽ ദൃശ്യമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെടുത്ത ലിറിഡ് അല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഇത് വടക്ക് നിന്ന് തെക്ക് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത് തെക്ക് നിന്ന് വടക്കിലേക്കായിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതെന്തായാലും മലയാളിക്ക് തന്നെ പകർത്താൻ കഴിഞ്ഞു വാർത്ത കൂടിയാണ്. എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ നിക്ഷേപകർക്കായി വൻ പ്രഖ്യാപനവുമായി ലുലു റീറ്റെയിൽ വരികയാണ്. 85% ലാഭവിഹിതമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 720.8 കോടി രൂപയുടെ ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 75% ലാഭവിഹിതം എന്ന മുൻധാരണയേക്കാൾ 10% അധികമാണ് ഇത്. അബുദാബിയിൽ നടന്ന ലുലു റീറ്റെയിലിന്റെ ആദ്യ വാർഷിക ജനറൽ മീറ്റിംഗിലാണ് ഈ പ്രഖ്യാപനം വരുന്നത്. 4.7% വാർഷിക വളർച്ചയാണ് 2024 സാമ്പത്തിക വർഷത്തിൽ ലുലു റീറ്റെയിൽ നേടിയത് എന്നാണ് പറയുന്നത്. അറ്റാദായം $216.2 ബില്യൺ എത്തിയിരിക്കുന്നു. GCCയിൽ UAE, സൗദി മാർക്കറ്റുകൾ മികച്ച നേട്ടം രേഖപ്പെടുത്തി. മികച്ച വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയത് എന്ന് നിക്ഷേപകർക്ക് ഏറ്റവും മികച്ച നേട്ടം ലഭിക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറയുകയാണ്. ലുലു റീറ്റെയിലിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ MA യൂസഫ് അലി ഓഹരി ഉടമകൾ, റെഗുലേറ്റർമാർ, ജീവനക്കാർ, പങ്കാളികൾ എന്നിവർക്ക് നന്ദി പറയുകയും ചെയ്തു. ഗ്രൂപ്പിനെ അന്താരാഷ്ട്ര പ്രശസ്തിയിൽ എത്തിച്ചതിനെയും റീറ്റെയിൽ മേഖലയിൽ ശക്തി കേന്ദ്രമാക്കി ലുലുവിനെ മാറ്റുന്നതിൽ വഹിച്ച നിർണായക പങ്കിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ വാർഷിക പൊതുയോഗം മാത്രമല്ല, ഞങ്ങളുടെ അടിത്തറകളുടെ ശക്തി, ഞങ്ങളുടെ കാഴ്ചപ്പാടിന്റെ വ്യക്തത, ഞങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഐക്യം എന്നിവ പ്രതിഫലിക്കുന്ന ഒരു നിർണായക നിമിഷം കൂടിയാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മലയാളികളുടെ സാന്നിധ്യം അതിലും ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. അടുത്തതായിട്ട് സാങ്കേതിക കാരണത്തെ തുടർന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി വിമാനം 17 മണിക്കൂർ വൈകി. എയർലൈൻ ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായിട്ടുണ്ട്. ഫ്ലൈറ്റ് റദ്ദാക്കിയെന്നാണ് ആദ്യം അറിയിച്ചതെന്നും പ്രതിഷേധത്തെ തുടർന്നാണ് ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തതെന്നും യാത്രക്കാർ പറയുന്നു. ഇന്നലെ രാവിലെ 6:10 അബുദാബിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം രാത്രി 11:10 പുറപ്പെട്ടത്. രാവിലെ 4 മണി മുതൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ആദ്യമെത്തിയ കുറച്ചുപേരെ ഡിപ്പാച്ചർ കെട്ടിടത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് എത്തിയ 100ഓളം പേരെ അകത്തേക്ക് കയറ്റുക പോലും ചെയ്തില്ല. സർവീസ് റദ്ദാക്കിയെന്ന് എയർലൈൻ ജീവനക്കാർ അറിയിച്ചതോടെ മുന്നറിയിപ്പ് നൽകിയില്ല എന്നാരോപിച്ച് യാത്രക്കാരും എയർലൈൻ ജീവനക്കാരും തമ്മിൽ ബഹളമായി.
ടിക്കറ്റ് തുക റീഫണ്ട്, റീഇഷ്യൂ സൗകര്യം ലഭിക്കുമെന്നും അറിയിച്ചു. പക്ഷേ എങ്കിലും പ്രതിഷേധം അവസാനിച്ചിരുന്നില്ല. തുടർന്ന് വൈകിട്ട് 7:10 പുറപ്പെടുമെന്ന ധാരണയിലെത്തുകയായിരുന്നു. കുറച്ചുപേരെ ദുബായ് വിമാനത്തിൽ കയറ്റിവിട്ടു. അടുത്ത വീടുകളുള്ളവർ വീടുകളിലേക്ക് മടങ്ങി. കുറച്ചുപേർ സ്വന്തം ചെലവിൽ റൂം എടുത്തു. മറ്റുള്ളവർ വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്നവർക്ക് ആവശ്യത്തിന് സൗകര്യമൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന് യാത്രക്കാർ പറയുന്നു. വൈകിട്ട് 3 മണിക്ക് രാത്രി 11:10 പുറപ്പെടുക എന്ന വിവരം ലഭിച്ചു. അപ്പോഴേക്കും പലരും വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടിരുന്നു. അതായത് വളരെ ദീർഘനേരം, വളരെ കൂടുതൽ നേരമായിരുന്നു എന്ന് മാത്രമല്ല, ഒരു കൃത്യമായിട്ടുള്ള അറിയിപ്പുകളും ഒന്നും തന്നെ വന്നില്ല. യാത്രക്കാർക്ക് ഒരുപാട് യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത്. തീർച്ചയായും ഇതിങ്ങനെ അടിക്കടി ഇത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. സ്ഥിരമായി ഒരിടയ്ക്ക് സ്ഥിരമായിരുന്നു, എന്നാൽ പിന്നീട് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. പക്ഷേ വീണ്ടും സംഭവിക്കുന്നു. എയർലൈൻസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത വാർത്ത. ജിദ്ദ സൗദിയിലെ ഏതാനും പ്രവിശ്യകളിൽ കണ്ടെത്തിയ വണ്ടുകളുടെ വലിയ വ്യാപനം മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ഭീഷണിയല്ല എന്ന് നാഷണൽ സെന്റർ ഫോർ ദി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പ്ലാന്റ് പെസ്റ്റിസൈഡ് ആനിമൽ ഡിസീസസ് വ്യക്തമാക്കി. വിവിധ പ്രവിശ്യകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രാണികളുടെ വ്യാപനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സെന്ററിനു കീഴിലെ ഫീൽഡ് മോണിറ്ററിംഗ് ടീമുകൾ ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിരിക്കുകയായിരുന്നു. ഈ കരാബിഡെ കുടുംബത്തിൽപ്പെട്ട വണ്ടുകൾ ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വണ്ടുകൾ പരിസ്ഥിതി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവയാണ്, പ്രയോജനകരമാവും വിധം ജീവജാലങ്ങളാണ് ഇവ എന്നാണ് കണക്കാക്കുന്നത്. ചിത്രശലഭങ്ങൾ, ലേഡി ബേർഡുകൾ പോലെയുള്ള നിരവധി കീടങ്ങളെ ഇവ ഭക്ഷിക്കുന്നുണ്ട്. ഇതുവഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇവ സഹായിക്കുന്നുണ്ട്. മഴയും സസ്യജാലങ്ങളുടെ വർധനവുമാണ് ഇവയുടെ ഇപ്പോഴത്തെ വ്യാപനത്തിന് കാരണം. ഇത് പരിസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും കാട്ടുചെടികളിൽ കീടാണുക്കളുടെ വ്യാപനം തടയുന്നതിനും കാരണമായിട്ടുണ്ട്. ഈ വണ്ടുകൾ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ഒരു ദോഷവും വരുന്നില്ല. അവയെ നിയന്ത്രിക്കുന്നത് പാരിസ്ഥിതികമായി പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നതിനൊപ്പം തന്നെ ചില കാർഷിക കീടങ്ങളെ നിയന്ത്രിക്കുന്ന പ്രയോജനകരമായ വേട്ടക്കാരൻ കൂടിയാണ് ഇവ. വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനാൽ തന്നെ വണ്ടുകൾ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശങ്ങളായ ഈ റെസിഡൻഷ്യൽ ഏരിയകൾ, പൊതു സൗകര്യങ്ങൾ എന്നിവിടങ്ങളിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യുകയോ വെളിച്ചം കുറയ്ക്കുകയോ ചെയ്യണമെന്ന് നാഷണൽ സെന്റർ ഫോർ ദി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പ്ലാന്റ് പെസ്റ്റ് ആൻഡ് ആനിമൽ ഡിസീസ് അവകാശപ്പെടുകയാണ്. ഇതൊരു ആശങ്കാജനകമായ ഒരു വാർത്തയായിരുന്നു എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചില ദൃശ്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊരു പേടിക്കേണ്ട കാര്യമല്ല. അത് ഉപദ്രവിക്കുന്ന വണ്ടുകളല്ല, അത് ഉപദ്രവിക്കുന്നവയല്ല എന്ന് മാത്രമല്ല, പരിസ്ഥിതിക്ക് നല്ല ഗുണം ചെയ്യുന്നവ കൂടി തന്നെയാണ്. സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വണ്ടുകളാണ് ഇവ. പക്ഷെ എങ്കിലും അത് വീടുകളിലേക്കൊക്കെ വരുമ്പോൾ, വീടിന്റെ ഉള്ളിലെല്ലാം ഇത് പറന്നു വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ വണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ലൈറ്റ് ഓഫ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ലൈറ്റ് ഡിം ആക്കുകയോ ചെയ്യണമെന്നാണ് അതിന് പറയുന്നത്. പേടിക്കാനൊന്നുമില്ല, പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന അസൗകര്യം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി കുറച്ചു നേരം ലൈറ്റ് ഓഫ് ചെയ്തിട്ടാൽ മതി. തീർച്ചയായും അടുത്ത ദിവസം മറ്റു പുതിയ വാർത്തകളുമായി നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.